Hi friends, ഉമ്മാന്റെ കൈപ്പണ്ണ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ചിക്കൻ കറി, തൈരിട്ട വെച്ച ചിക്കൻ കറി. തൈര് കൊണ്ട് എങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. നമുക്ക് തൈര് ചിക്കൻ എന്തൊക്കെ വേണ്ടെന്ന് നോക്കാം. 1 കിലോ ചിക്കൻ, ചെറിയ 1 കിലോ ചിക്കൻ, 1 കപ്പ് തൈര്, 1 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 തക്കാളി, ഒരു 4 അല്ലി പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, സാൾട്ട്, ഗരം മസാല, ക്രഷഡ് ചില്ലി, ഓയിൽ. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന തൈര് ചിക്കനാണ്. നമുക്ക് ഇനി പരിചയപ്പെടാം. ഓക്കെ, നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാനാണ്. മാരിനേറ്റ് ചെയ്യാൻ എന്തൊക്കെ സാധനം വേണ്ടത് നമുക്ക് നോക്കാം. ഒരു ബൗളിലോട്ട് ചിക്കൻ ചിപ്സ് ഇടാം. ഇതിലോട്ട് ചേർക്കുക. അധികം പുളിപ്പില്ലാത്ത തൈര് എടുക്കണേ. പുളിപ്പിട്ടുള്ള തൈര് വേണ്ട, കറിക്ക് പുളി കൂടും. ഇനി ഇതിലോട്ട് 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി, മുളക് പൊടി നിങ്ങളെ എരിവ് അനുസരിച്ച് ചേർക്കാം നിങ്ങൾക്ക്. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പും നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 പച്ചമുളക് ചോപ്പ് ചെയ്തിട്ട് ചേർക്കാം. ഇതാ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഇത് നന്നായിട്ട് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ മസാല പിടിക്കുന്ന ഒരു അരമണിക്കൂർ വെക്കുക. അതിൻ്റെ ഇടയിൽ നമുക്ക് ഇതിൻ്റെ ഗ്രേവി ഉണ്ടാക്കാം. ഓക്കെ, നമ്മൾ ഇത് പാനിലാണ് കറി ഉണ്ടാക്കാൻ പോകുന്നത്. ഫീൽ കൊടുത്തിട്ടുണ്ട്, കത്തിച്ച്. ഇനി ഇതിലോട്ട് ഓയിൽ ചേർക്കാം. ഓയിൽ അധികം ചേർക്കണ്ട, 2 ടീസ്പൂൺ ചേർത്ത് 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. കാരണം ചിക്കനിന്ന് ഓയിൽ ഇറങ്ങും. ഞാൻ ഈ ഓയിൽ ചൂടായതിനു ശേഷം നമ്മൾ ഈ ഓയിലിലേക്ക് 2 ഏലക്കായ ഇടാം. ഒരു സ്റ്റാർ നട്ട്സ് ചേർക്കാം പൊട്ടിച്ചിട്ട്. പട്ട 2 ചെറിയ കഷ്ണം, ഒരു 3-4 കറാമ്പ്, കുറച്ച് കുരുമുളക്. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് നന്നായിട്ട് മൂത്തതിൻ്റെ ശേഷം നമുക്ക് 1 ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ പകുതി ഇട്ടാൽ മതി. നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി ആയിരിക്കും. ഇതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളക് ചേർക്കാം. 2 പച്ചമുളകാണ്. ഉള്ളി മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത്, ഞാൻ എടുത്തിരിക്കുന്ന 2 തക്കാളി മിക്സിയിൽ ചെറുതായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ചേർക്കാം.
എന്തോ അധികം വലുത് വേണ്ട. പുളി ഉണ്ടാവും തക്കാളിയിൽ. അധികം പുളി കൂടാതിരിക്കാൻ വേണ്ടി ഓൾറെഡി തൈരിൽ നമുക്ക് പുളിയുണ്ട്. അപ്പോൾ അധികം പുളി ഇല്ലാതിരിക്കാൻ നല്ല ചെറിയ തക്കാളി ഒക്കെ ഇട്ടിട്ടാൽ മതി. ഇത് അധികം പണിയൊന്നും ഇല്ലാത്ത സാധനം, പെട്ടെന്നാകുന്നതാണ്. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണ്. നമ്മളിത് തക്കാളി നല്ലോണം വെന്ത് കാത്ത് വയ്ക്കാം. വെന്തതിന് ശേഷം നമുക്കിതിൽ മസാല ചേർക്കാം. ഇത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് പുളി കഴിക്കാത്തവർ ട്രൈ ചെയ്യേണ്ട. പുളി ചെറിയതായിട്ട് പുളിയുള്ളതായിരിക്കും. നോർത്ത് ഇന്ത്യൻസാരെല്ലാം ബെറ്റർ എപ്പോഴും ഉണ്ടാക്കി കഴിക്കുന്ന സാധനമാണ് തൈര് ചിക്കൻ എന്ന് പറയും. ഡൈറ്റ് ചിക്കൻ എന്ന് പറയും അവർ. ഓക്കെ, ഏകദേശം തക്കാളി വന്നിട്ടുണ്ട്. വന്നിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 സ്പൂൺ മുളക് ചതച്ച് വെച്ചത്, ഫ്രഷ് ചില്ലി, നമുക്ക് മിക്സ് ചെയ്യാം. മസാല എല്ലാം ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർക്കാം. ഓൾറെഡി നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്ത് വെച്ചതാണ്. അപ്പോൾ ഇതിൽ മസാലയിൽ കുറച്ച് ചേർത്താൽ മതി. ഉപ്പ് നോക്കിയിട്ട് ആവശ്യാനുസരണം ചേർക്കുന്നതായിരിക്കും നല്ലത്. ഒരു ഇച്ചിരി വെള്ളം ചേർക്കാം. അധികം വെള്ളം ചേർക്കരുത്. ഓൾറെഡി ചിക്കനിൽ തൈരിലും വെള്ളം ഇറങ്ങാറുള്ളതാണ്. അപ്പോൾ വെള്ളം കുറച്ച് ചേർത്താൽ മതി. ഓക്കെ, നമ്മൾ അരമണിക്കൂറായി ചിക്കൻ മസാല ഇട്ട് വെച്ചിട്ട് ഇനി ഈ ചിക്കൻ ഇതിലോട്ട് ചേർക്കാം. ചിക്കൻ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് ചെറിയ ഫ്ലെയിമിൽ മൂടിയിട്ടിട്ട് വേകുന്നേരം വെയിറ്റ് ചെയ്യാം. ഇതിൽ കുറച്ച് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പുളി ഒന്ന് ബാലൻസിന് വേണ്ടിയിട്ടാണ്. അത് ഓപ്ഷനാണ്, ആവശ്യക്കാർക്ക് വേണ്ടി. ഇനി ഇതൊന്ന് നമുക്ക് മൂടി വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. മൂടിയിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് വെക്കാം. തീ കുറച്ചിട്ട് ഇതിന് വിസിലിടണ്ട. അത് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു. ഓക്കെ, നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ചിക്കൻ ഏകദേശം വെന്ത് നമുക്കിതൊന്ന് കുറുകുന്ന വരെ വെയിറ്റ് ചെയ്യാം. നമ്മളെ കറി ഏകദേശം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് മല്ലിയില ചേർക്കാം. മല്ലിയിലയും കൂടി ചേർത്ത് ഇതൊന്ന് അടക്കി മിക്സ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. നമുക്ക് തീ ഓഫാക്കാം. നമ്മൾ തൈര് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ഗാർണിഷ് ചെയ്യാം. ഓക്കെ, എൻ്റെ തൈര് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഒരു വട്ടമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള സാധനമാണ് ഇത്. നമ്മൾ ചൂട് പൊറോട്ട, ചൂട് ചപ്പാത്തി, നൈസ് പത്തിരി ഇതൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല എളുപ്പമാണ്. എൻ്റെ തൈര് ചിക്കൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇനിയും നല്ല നല്ല റെസിപ്പിയുമായി വരാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് എന്നെ വിജയിപ്പിക്കുക. അടുത്ത നല്ല റെസിപ്പിയുമായിട്ട് വരുന്നവരെ സൈൻ ഔട്ട്.